ഹായ് ഫ്രണ്ട്സ്, സലാം ട്രാവൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഊട്ടി യാത്രയിലുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ആദ്യമായി പോകുന്നത് ദൊഡ്ഡപ്പേട്ട പീക്കിലേക്കാണ് പോകുന്നത്. നമ്മളങ്ങനെ ദൊഡ്ഡപ്പേട്ട പീക്കിലെ കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുന്നു. വണ്ടി അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടേക്ക് പോകുന്ന വഴിയിൽ ഇരു സൈഡുകളിലുമായി ധാരാളം കൊച്ചു കൊച്ചു കടകളുണ്ട്. ഇവിടെ നമുക്ക് പലതരം സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. തൊപ്പികൾ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, ഗ്ലൗസുകൾ, പിന്നെ കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സുകൾ, ഫാൻസി ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ പ്രവേശന കവാടത്തിലെത്തി. എൻട്രൻസ് ടിക്കറ്റും എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ആ കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ നിന്ന് നമുക്ക് ദൊഡ്ഡപ്പേട്ട പീക്കിലെ കാഴ്ചകളെല്ലാം നമുക്ക് അതിന് മുകളിൽ കയറി കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അത് ലക്ഷ്യമിട്ട് മുന്നോട്ട് നടന്നു. ഇവിടെ നിന്ന് നമുക്ക് ഊട്ടി മുഴുവനായി കാണാൻ പറ്റും. പിന്നെ മേട്ടുപ്പാളയം, ആ ഭാഗങ്ങളും എല്ലാം നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാനും ഫോട്ടോസൊക്കെ എടുക്കാനുമായി മുന്നോട്ട് നടന്നു. ഇവിടെയുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. നമുക്ക് ഫോട്ടോസൊക്കെ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പൈക്കിര വാട്ടർഫാൾസ് ലക്ഷ്യമിട്ട് മുന്നോട്ട് നീങ്ങി. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം പൈക്കിര വാട്ടർഫാൾസ് കാണുക എന്നതാണ്. പോകുന്ന വഴിക്ക് ചെറിയൊരു ഷൂട്ടിംഗ് പോയിന്റ് കണ്ടു. അവിടെ പൈൻമരത്തോട്ടമാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ എല്ലാം കയറി കുറച്ച് കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയും ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് പൈക്കിര വാട്ടർഫോൾസിലേക്ക് നീങ്ങിയത്. പോകുന്ന വഴിക്കായി പൈക്കര വാട്ടർഫാൾസിൻ്റെ ഒരു ഡാം കണ്ടു. അവിടെ ഞങ്ങൾ കുറച്ചു നേരം ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചു.
അങ്ങനെ ഞങ്ങൾ പൈക്കര വാട്ടർഫോൾസിൻ്റെ എൻട്രൻസിലെത്തി. അവിടെ നിന്നും ടിക്കറ്റും എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അങ്ങനെ ഞങ്ങൾ പൈക്കര വാട്ടർഫാൾസിലെത്തിയിരിക്കുന്നു. വളരെ രസകരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളതെല്ലാം. ഇത് വളരെ വ്യത്യസ്തമായ ഒരു വെള്ളച്ചാട്ടമാണ്. നമ്മൾ സാധാരണ കാണാറുള്ള വെള്ളച്ചാട്ടങ്ങളെല്ലാം വളരെ ഉയരത്തിൽ നിന്ന് വരുന്നൊരു വെള്ളച്ചാട്ടം. ഇത് പക്ഷേ അങ്ങനെയല്ല. ഇതൊരു പുഴ പോലെ ഒഴുകി പോകുന്നതാണ്. പക്ഷേ എങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. വെള്ളമെല്ലാം പാറകൾക്കിടയിലൂടെ പതഞ്ഞ് ഒഴുകി വരുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായിരിക്കുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനായി പോകാം എന്ന് തീരുമാനമായി. ഇന്നലെ നമ്മൾ ഊട്ടി ടൗണിൽ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു ഹൈദരാബാദ് ബിരിയാണി ഹൗസ് എന്നൊരു ഹോട്ടൽ കണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ പോയി നമുക്ക് ഊണ് കഴിക്കാം എന്നുള്ള തീരുമാനമായിരുന്നു ഇന്നലെ എടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈദരാബാദ് ബിരിയാണി ഹൗസിലെത്തിയിരിക്കുന്നു. അങ്ങനെ മെനു കാർഡൊക്കെ നോക്കി ബിരിയാണിക്കൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ എത്തി. എല്ലാവരും ആഹാരം കഴിച്ചു തുടങ്ങി. വളരെ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. നല്ല അടിപൊളി ബിരിയാണി. ഒരു ബിരിയാണിക്ക് 300 രൂപയാണ് റേറ്റ്. എങ്കിലും നല്ല അടിപൊളി ബിരിയാണിയാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആഹാരം. അങ്ങനെ ഉച്ചയൂണെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഊട്ടിയിൽ ലേക്ക് ലക്ഷ്യമിട്ട് നീങ്ങി. നമുക്കിനി അടുത്ത് കാണാനുള്ളത് ഊട്ടി ലേക്കാണ്. ഇവിടെ കാർ പാർക്കിങ്ങിൽ കാർ ഒതുക്കിയതിന് ശേഷം ടിക്കറ്റ് എടുക്കാനായി പോയി. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ കാഴ്ചകൾ കാണാനായി നീങ്ങി. അങ്ങനെ വളരെ രസകരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ചുറ്റും നടന്ന് കണ്ടു. ഈ കാണുന്നിടത്താണ് ബോട്ടിംഗ് സവാരി ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും തട്ടുപേരും തസ്ബിയും എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കുകയും കോഫിയൊക്കെ കുടിക്കുകയും എല്ലാം ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരുപാട് ഗെയിമുകളുണ്ട്. അതെല്ലാം ഇവരെല്ലാം കയറി കാണുകയും എല്ലാത്തിലും പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു.
സക്ബീറും തസ്ബീഹിനും കാർ റേസിങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിലും പങ്കെടുപ്പിച്ചു. വളരെ രസകരമായിരുന്നു. കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ട്. ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം സഞ്ചരിക്കാൻ പറ്റും. ഒരു ചെറിയൊരു തുരങ്കത്തിലൂടെയൊക്കെയുള്ള ഒരു യാത്രയാണ്. അപ്പം അതും എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. കൊള്ളാമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവരും ആ ചെറിയ ടോയ് ട്രെയിനിൽ കയറി യാത്ര തുടങ്ങി. ഇതാണ് തുരങ്കം. ടോയ് ട്രെയിൻ പോകുന്ന ചെറിയൊരു തുരങ്കം. അങ്ങനെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി. ഇതാണ് നമ്മൾ യാത്ര ചെയ്ത ട്രെയിൻ. ഇത് എൻജിൻ ഭാഗമാണ്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഒരു ഷൂട്ടിംഗ് ഗെയിം നടക്കുന്നതും കണ്ടു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും എല്ലാം കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചത്. ഇത് സവാരിക്കായിട്ടുള്ള കുതിരകളാണ് ഇവിടെ. അങ്ങനെ ലേക്കിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടൽ റൂമിലെത്തി. നമ്മുടെ ഹോട്ടൽ റൂമിനടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും വൈകിട്ട് ഡിന്നറെല്ലാം കഴിച്ചു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.